അവനെനിക്ക് ഉത്തമ മണവാളനാ, ഉത്തമ മണവാളനാ, ഉത്തമ മണവാളനാ. പരിപാലിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമായി, പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതനായി. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ആമേൻ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ശുഭമുഹൂർത്തമെന്നാണ് പരമപ്രിയ എന്നെ തേടി കഴിച്ചിടുവാൻ. ശുഭമുഹൂർത്തമെന്നാണ് പരമപ്രിയ എന്നെ തേടി കഴിച്ചിടുവാൻ. തേടി കഴിച്ചിടുവാൻ, തേടി കഴിച്ചിടുവാൻ. ശുഭദിനം കാത്തുകാത്തിരിക്കും മധ്യേ സമയത എന്നുരയ്ക്കുന്നു. ശുഭദിനം കാത്തുകാത്തിരിക്കും മധ്യേ സമയമായെന്നുരയ്ക്കുന്നു. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ആമേൻ. 10,000 പേർകളിൽ പരമസുന്ദരൻ. 32-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ്. നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു ധ്യാനമാണ് ഇതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നമുക്കിവിടെ, വലിയ അത്ഭുതങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു. സ്തോത്രം. ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടെയൊക്കെ ദാവീദ് കടന്നു പോയപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ മുൻപിൽ ആമേൻ വളരെ സന്തോഷത്തോടെ പറയുന്നു: കർത്താവേ, നീ എനിക്ക് മറവിടമാകുന്നു. ഏത് സ്ഥലത്തും ആമേൻ നിൻ്റെ മുമ്പിൽ എന്നെ മറച്ചുകൊള്ളുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന ദാവീദ് പിന്നെയും പറയുന്നു: ദൈവമേ, നീ എനിക്ക് ചുറ്റും പരിചയമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷത്തിന് മാത്രമേ പറയാൻ കഴിയൂ. പ്രതിസന്ധികൾ വരും, ഞെരുക്കങ്ങൾ വരും, വേദനകൾ വരും, കഷ്ടതകൾ വരും, രോഗങ്ങൾ വരും, എല്ലാവരും വിട്ടുപോകും. സാമ്പത്തികം കുറയുമ്പോൾ മനുഷ്യൻ നമ്മെ മാറിപ്പോകും, കണ്ടിട്ടും കാണാത്തത് പോലെ പോകും. നിന്റെ സൗന്ദര്യം ക്ഷയിക്കുമ്പോൾ അവർ നിന്നെ നഷ്ടപ്പെടുത്തി കളയും, നിന്നെ ആമേൻ സ്തോത്രം അവരുപേക്ഷിച്ച് കളയും. സ്തോത്രം. നീ ഒരു തീരാരോഗിയായി തീരുമ്പോൾ അവിടെയും നീ ഒറ്റപ്പെടാം. പക്ഷേ ഇവിടെ ദാവീദ് പറയുന്നു: നീ എനിക്ക് മറവിടമാകുന്നു. സ്തോത്രം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പറയാൻ പറ്റുമോ? ഏതെല്ലാം പ്രയാസം ജീവിതത്തിൽ കടന്നു വന്നല്ലേ, അവിടെ എല്ലാം ആമേൻ സ്തോത്രം മറവിടമാകുന്നൊരു ദൈവമുണ്ട് കേട്ടോ. 1-ാമത്തെ വാക്യം ഇങ്ങനെ ദാവീദ് ധ്യാനത്തിൽ പറയുന്നത്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. സ്തോത്രം. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കണ്ടോ, ഭാഗ്യവാന്മാരുടെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് ദാവീദ് അവിടെ വിളിച്ചു പറയുന്നത്. എന്നിട്ട് ആ ദാവീദ് പറയുന്നത്: കർത്താവേ, നീ എൻ്റെ മറവിടമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യുന്നു? ആമേൻ, നീ എന്നെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ എന്നെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏതെങ്കിലും കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണോ? ഏതെങ്കിലും കഷ്ടത്തിൽ കൂടെ ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് സംസാരിക്കാതിരിക്കുന്ന ആ ഒരു കഷ്ടം, കടഭാരമാകുന്ന കഷ്ടത്തിൽ കൂടെ കടന്നു പോവുകയാണോ? സ്തോത്രം.
എന്നാൽ രോഗമാകുന്ന കഷ്ടത്തിൽ കൂടെ ആമേൻ സഹിക്കാൻ കഴിയാത്ത രോഗത്തിൻ്റെ നടുവിലായിരിക്കുന്നതാണോ? എന്നാൽ ഇന്ന് ഈ പകലിൽ ആരോടൊക്കെ ദൈവം പറയുന്നു, ആ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദാവീദ് 91 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ അവിടെ ദാവീദ് പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. കണ്ടോ? അപ്പോൾ ആ മറവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കണ്ടോ? അവന് മാത്രമേ പറയാൻ കഴിയൂ. ഹല്ലേലൂയ. എങ്ങനെ പറയും? യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഓടിച്ചെല്ലാൻ ഒരു അഭയസ്ഥാനമുണ്ട്. ഏത് വേദന വന്നാലും സമ്മതം കൊണ്ട് ആമേൻ പറയും, ഞാൻ നിങ്ങളെ ആമേൻ അവസാനത്തോളം ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആമേൻ നമ്മെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച പലരും ആമേൻ വളരെ നേരത്തെ തന്നെ നമ്മെ വിട്ട് കടന്നുപോയി. ഹല്ലേലൂയ. അവരൊക്കെ ആശ്രയിച്ചത് സമ്പത്തിലായിരിക്കാം, ചിലപ്പോൾ സൗന്ദര്യത്തിലായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യത്തിലായിരിക്കാം. എന്തിലൊക്കെയോ അവർ നിന്നിൽ പ്രതീക്ഷ വെച്ചു. പക്ഷെ അതൊന്നും ആമേൻ ലഭിക്കാതെ വന്നപ്പോൾ അവർ നിന്നെ വിട്ടു പോയി. പക്ഷേ ഒരിക്കലും വിട്ടുപോകാത്ത ഒരു കർത്താവ്. ദാവീദ് പറയുന്നു, ഞാൻ നിന്റെ മറവിടത്തിൽ നിന്റെ മാറിൽ ഞാൻ പറ്റിയിരിക്കുക, നിന്റെ ആ മറവിൽ ഞാൻ വസിക്കാൻ പോകുക. സ്തോത്രം. വസിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ മറവിൽ ഇന്ന് പകൽക്കാലം വസിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ മറവിൽ ചേർന്ന് നടക്കാൻ പറ്റുമോ? യേശുവിൻ്റെ കൂടെ ചേരുവാൻ കഴിയുമോ? യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സ്തോത്രം 119 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 119 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ അതിനകത്ത് ദാവീദ് പിന്നെയും ദൈവനാമത്തെ ഉയർത്തുന്ന ചില വാക്കുകളെ അവിടെ കാണാൻ കഴിയുന്നു. 114 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ദാവീദ് പിന്നെയും ശക്തമായി ദൂതുകൾ ജനത്തിന് കൊടുക്കുകയാണ്. 114 വാക്യമാണ്, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയവുമാകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഭക്തന്റെ പ്രാർത്ഥന ഇതാ. ഇന്ന് രാവിലെ, ഈ ശനിയാഴ്ച രാവിലെ നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട കാര്യം, നീ എൻ്റെ മറവിടവും. കണ്ടോ? ദൈവമേ, നീ എൻ്റെ മറവിടം, എന്നെ സഹായിപ്പാൻ നിനക്ക് കഴിയും, എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിപ്പാൻ നിനക്ക് കഴിയും, എന്നെ ഈ പരിഹാസത്തിൽ നിന്ന് വിടുവിക്കാൻ നിനക്ക് കഴിയും കർത്താവേ. ആമേൻ. എൻ്റെ പരാജയം കാണാതിരിക്കുന്നവരുടെ മുമ്പിൽ എന്നെ മാനിക്കാൻ നിനക്ക് കഴിയും. വേറെ ആരെക്കാളും നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം. എൻ്റെ കുറവുകളെ നീ ക്ഷമിക്കണമേ അപ്പ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പരിചയം ആകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. കണ്ടോ? തിരുവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവം ആരെന്നറിയാമോ? മറവിടമാണ്. പോകുന്നവരെല്ലാം പോട്ടെന്നേ, അവരെല്ലാം പിന്നത്തേതിൽ പോയത് അയ്യോ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആമേൻ ഒരു സമയം തിരിച്ചു വരും. ഹല്ലേലൂയ. എന്നാൽ 27 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. കണ്ടോ? അപ്പോൾ അനർത്ഥം വരുമ്പോൾ നിന്നെ തള്ളിക്കളയത്തില്ല, രോഗം വരുമ്പോൾ തള്ളിക്കളയത്തില്ല, വേദനകൾ വരുമ്പോൾ തള്ളിക്കളയത്തില്ല, കഷ്ടത വരുമ്പോൾ തള്ളിക്കളയത്തില്ല. എന്തിനേറെ നീ മരിച്ചാലും നിന്നെ തള്ളിക്കളയത്തില്ല. കാരണം അതിനപ്പുറവും നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ശമന രകൽക്കനാദി. ഇന്ന് പകലിൽ ആ കർത്താവിന് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവിലേക്ക് നമുക്കൊന്ന് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ വലിയ മഹത്വം
നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിന് മറവിടമാ എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്റെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്റെ അരിയിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാതിടാൻ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാതിടാൻ. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമാം എനിക്കേശുവുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൂതനായ സ്തോത്രം. ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിനായ സ്തോത്രം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവാത്ഭുതം ചെയ്യണം. ഈ ശനിയാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബ്ലെസ്സിങ് ആയി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യും. എല്ലാ വാഹനങ്ങളെയും രക്തകുടുംബത്തിലിടും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.